ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ തന്നെ മാറ്റിമറിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബീഹാർ ഇലക്ഷൻ എന്നും രാജ്യം നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനുള്ളൊരു കാരണം ബീഹാറിലെ 38 ഡിസ്ട്രിക്ട്സും അതുപോലെ തന്നെ ലോക്സഭയിലെ 40 സീറ്റ്സും രാജ്യസഭയിലെ 16 സീറ്റുകളുമാണ്. ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഈ വരുന്ന 11-ാം തീയതി നടക്കും. അതുപോലെ തന്നെ എല്ലാവരും നോക്കിക്കാണുന്ന, പ്രത്യേകിച്ചും BJPയുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധി നിർണയം നടക്കുന്നത് വരുന്ന 14-ാം തീയതിയാണ്. എന്താകും BJPയുടെയും നിതീഷ് കുമാറിന്റെയും ഭാവി? ബീഹാർ ജനം BJPയെ കൈവിടുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ബീഹാർ വിധി നിർണ്ണയിക്കുമ്പോൾ BJP എന്ന ഭാരതീയ ജനതാ പാർട്ടി ബീഹാറിൽ നിന്നും എന്നേക്കും ഔട്ട് ആകുമോ? ഇതാണ് ഇന്ന് ഇന്ത്യ നോക്കിക്കാണുന്ന പ്രധാന ഒരു വിഷയം. ഇന്നലെ നടന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ 121 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട മത്സരം നടന്നിരുന്നത്. നിതീഷ് കുമാറിന്റെ JDU എന്ന പാർട്ടിയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് BJP പ്രചരണ പത്രിക തന്നെ പുറത്തിറക്കിയത്. പക്ഷേ BJPയെ തന്നെ ബീഹാറിൽ നിന്നും വാനിഷായി പോകുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ ജനതയ്ക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഹരിയാനയിൽ എന്താണോ നടന്നത് അത് തന്നെ ബീഹാറിൽ ആവർത്തിക്കപ്പെടാം. അതായത് രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ തന്നെ ഹരിയാന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 25 ലക്ഷം വ്യാജ വോട്ടുകൾ ഉണ്ടായതുപോലെ ബീഹാറിലും അത് ആവർത്തിക്കപ്പെടാം. അല്ലാതെ ബീഹാറിന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളും എല്ലാ സ്ത്രീകൾക്കും നൽകിയ 10,000 രൂപ പദ്ധതി ഒന്നും ബീഹാറിൽ ഇനി എറിക്കില്ല. ബീഹാർ ജനം ഇനി വിഡ്ഢിയാകില്ല എന്ന് സാരം. അവർ ഉറച്ചു തീരുമാനിച്ചു കഴിഞ്ഞു. ബീഹാർ വളരണം, തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കണം. BJPക്ക് ഇനി ആകെ ചെയ്യാൻ സാധിക്കുക അവരുടെ സ്ഥിരം ഏർപ്പാടായിട്ടുള്ള വ്യാജ വോട്ട് വെച്ച് ബീഹാറിൽ ജയിക്കുക എന്നതാണ്. പക്ഷേ ഇനി അതും സാധ്യമാകുമോ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ H-ഫയൽ ആണല്ലോ BJPക്ക് നേരെ അവസാനമായിട്ട് പൊട്ടിച്ച ബോംബ്. ഈ വ്യാജ വോട്ടുകളെല്ലാം പല രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ധാരാളം അവിടെയുണ്ട്. എന്തിനാ? ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ 22 തവണ വ്യത്യസ്ത പേരുകൾ ഉപയോഗിച്ച് നടത്തി. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ അനാസ്ഥ മൂലം ഉണ്ടായ തട്ടിപ്പുകൾ മാത്രമാണ്. അത് രാഹുൽ ഗാന്ധി എണ്ണി പറയുന്നുമുണ്ട്. ബീഹാർ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തങ്ങൾ ഇത്രയും കാലം പറ്റിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അമിത്ഷാ വരെ പ്രചരണ കളത്തിൽ ഇറങ്ങിയിട്ടും കാലിക്കസരകൾ മാത്രമായി മാറിയ സദസ്സ് നാം കണ്ടത്. ഈ അടുത്ത് ഒരു ബീഹാറിയായ ഒരു തൊഴിലാളിയുമായി നടത്തിയ ഒരു ചെറിയ സംഭാഷണത്തിൽ അദ്ദേഹത്തിൽ നിന്നും അറിയാൻ സാധിച്ചത് BJPയുടെ പ്രചരണ വാഗ്ദാനവും സ്ത്രീകൾക്ക് ലഭിച്ച 10,000 രൂപയും ഒന്നും അവിടുത്തെ ഒരു കുഞ്ഞിനെയും ആകർഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പണം കൈപ്പറ്റിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇനി BJPക്ക് വോട്ട് നൽകില്ല എന്നുള്ളതാണ്. ബീഹാർ നേരിടുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് ഇതുവരെ അവിടുത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നിതീഷ് കുമാറിനോ അല്ലെങ്കിൽ BJPക്കോ അറിയില്ല. അല്ല, അറിയാത്തതായി നടിക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണ് ബീഹാറിന്റെ പ്രധാന പ്രശ്നം? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയാണ്. അത് ഇതുവരെ സർക്കാർ പരിഹരിച്ചിട്ടില്ല. പക്ഷേ എന്നത്തെയും പോലെ വാഗ്ദാനങ്ങളായി മാത്രം മാറുന്നു. എന്താണ് വാഗ്ദാനം? സംസ്ഥാനം മുഴുവനും 1 കോടി സർക്കാർ ജോലികൾ സൃഷ്ടിക്കുമെന്നുള്ളത്. അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം ഉണ്ടാകുമെന്നുള്ളത്. ഈ വ്യാജ വാഗ്ദാനങ്ങൾ അവിടുത്തെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി BJP ബീഹാറിൽ ജയിക്കുക വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. BJP സപ്പോർട്ട്സ് പലരും ഇപ്പോൾ പുതിയ പാർട്ടിയായ പ്രശാന്ത് കിഷോർ നയിക്കുന്ന ജൻ സ്വരാജിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബീഹാർ രാഷ്ട്രീയം മാറിമറിയും. BJPക്ക് ബീഹാറിൽ ചരിത്ര തോൽവി ഉണ്ടാകും. അത് BJP പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലേബർ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ബീഹാർ ജനതയാണ്. എന്ന് പറഞ്ഞാൽ ബീഹാറിൽ അക്ഷരജ്ഞാനം ഇല്ലാത്തവർ ഇല്ലെന്നല്ല, കുറവാണ് വളരെ. നമ്മുടെ ചരിത്ര നായകന്മാരായ ചാണക്യയും ആര്യഭട്ടയും ഗൗതം ബുദ്ധയും എല്ലാം ജനിച്ചു വളർന്ന നാടാണ് ബീഹാർ. എന്തിന്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് പോലും ബീഹാറിന്റെ സന്തതികളായിരുന്നു. IAS-കാരും IPS-കാരും ധാരാളം ഉള്ള ഒരു ഇടമാണ് ബീഹാർ. ആ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. അവിടെയായിരുന്നു പരിഹാരം കണ്ടെത്തേണ്ടിയിരുന്നത്. ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന ബീഹാറിലെ തൊഴിലില്ലായ്മ പ്രശ്നം വിധി നിർണയം നടന്ന പിറ്റേ ദിവസം മുതൽ പഴയപടിയായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്.
തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ബീഹാറിൽ ഇനിയും പൊള്ളയായ വാഗ്ദാനങ്ങളുമായി BJP ചെന്നാൽ ബീഹാർ കത്തും. തീർച്ചയാണ്. ബീഹാറിൽ വോട്ടർമാർക്ക് നൽകിയ തുക 12,500 കോടി രൂപയാണ്. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകും. അത് ഏതാനും ദിവസങ്ങൾക്ക് അകം മനസ്സിലാകാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. ആദ്യഘട്ട വോട്ടിംഗ് പൂർത്തിയായപ്പോൾ കനത്ത പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കാഴ്ചകൾ ആദ്യഘട്ട വോട്ടെടുപ്പിൽ നമ്മൾ കണ്ടു. സ്ത്രീകൾ മുൻപത്തെ അപേക്ഷിച്ച് ധാരാളം പേർ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബീഹാറിൽ പ്രചരണം തുടങ്ങിയത് തന്നെ എന്താണ്? പ്രതിപക്ഷം വോട്ട് അധികാർ യാത്ര ഉന്നയിച്ചുകൊണ്ടായിരുന്നു. അത് ബീഹാർ ജനങ്ങളെ വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ ബോധവൽക്കരണത്തിന്റെ ഫലമായി ആകും ഇന്നലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യ ദിന വോട്ടിങ്ങിന് നിമിഷങ്ങൾക്ക് മുൻപായിട്ട് രാഹുൽ ഗാന്ധി പുതിയ ഒരു ബോംബ് പൊട്ടിച്ചതും പോളിംഗ് കൂടാൻ കാരണമായി കാണും. ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ രാഹുലിന്റെ ചോദ്യങ്ങളുടെ മൗനം അത് തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും. ഇനി നിതീഷ് കുമാറിന്റെ ഭാവി എന്താകും എന്നുള്ളതാണ്. BJP വേരോടെ പിഴുതെറിയാൻ തേജസ്വി ഇറങ്ങിക്കഴിഞ്ഞു. റെസ്പെക്ട് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ച് തേജസ്വി പ്രചരണ രംഗത്ത് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവിടെ അന്ത്യം കുറിക്കുകയായിരുന്നു ബീഹാറിന്റെ ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും തൊഴിലില്ലായ്മയും എല്ലാം. ബീഹാറിന് വേണ്ടത് വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് തേജസ്വി ടീഷർട്ടിലൂടെ പറഞ്ഞിട്ടുള്ളത്. റെസ്പെക്റ്റിലെ ഓരോ അക്ഷരങ്ങളും ബീഹാറിന്റെ ആവശ്യങ്ങളായിരുന്നു. ഇതൊന്നും നിതീഷ് കുമാറിന് അറിയുക പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിതീഷ് കുമാറിന് അതൊന്നും ഓർത്തു വെക്കാനും കഴിയില്ല. അതായത് വാർദ്ധക്യത്തിന്റെ ഓർമ്മ പിശക് സംഭവിച്ച നിതീഷിന് ഇനി വേണ്ടത് എന്താണ്? രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിരമിക്കൽ മാത്രമാണ്. ഒരു വേദിയിൽ പ്രധാനമന്ത്രിയുടെ പേര് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന നിതീഷിനെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ നിതീഷിനെ തന്നെ ഇനി ബീഹാർ ജനത മുഖ്യന്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമോ? കാത്തിരിക്കാം. യുവാക്കൾ ധരിക്കട്ടെ ബീഹാറിൽ നിന്നും IAS-ഉം IPS-ഉം മാത്രമല്ല ടെക് രംഗത്തേക്ക് ചെറുപ്പക്കാർ കാലെടുത്ത് വെക്കട്ടെ. സ്ത്രീകൾ സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കട്ടെ. അതിന് വേണ്ടത് ഭരണമാറ്റവും പരിഷ്കരണവുമാണ്. ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാർ സംസ്ഥാനം ഭരിക്കട്ടെ. ബീഹാറിന്റെ ചരിത്രം മാറ്റം കണ്ടറിയാം.